തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. വീടിന് മുന്നിൽ ബസ് ഇറങ്ങിയ കുട്ടി എതിർവശത്തുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെ ബസ് മുന്നോട്ട് എടുക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണം കാണാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒറ്റ ഓട്ടോ ഓടി വീണ ഓടി തട്ടി വീണ വണ്ടി തട്ടി വീണ ഇവിടുന്ന് ഇറക്കിയിട്ട് ക്രോസ് ചെയ്ത് ഓടി. അപ്പോൾ ഡ്രൈവറും കാണത്തില്ലല്ലോ, അങ്ങനെ തട്ടി വീണ. എന്നിട്ട് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. ഞാനും അവിടുത്തെ ചേട്ടനും കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും കൊച്ചൊരു ഇതായിരുന്നു, ബോധമൊന്നുമില്ല, ശരീരമാകെ തണുത്ത് ഒരു ഇതായിരുന്നു, തലയിൽ കൂടെയാണ് കയറിയത്. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ഇതില്ലേ, തണുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും എടുക്കുമ്പോഴേ ഉച്ചയ്ക്ക് ഫുള്ളങ്ങ് തണുത്തായിരുന്നു ശരീരം. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, വളരെ അത്രയധികം വേദനാജനകമായ വാർത്തയാണത്. ഒരു 7 വയസ്സുള്ള കുട്ടിക്ക്, 2ാം ക്ലാസ്സുകാരിക്ക് ജീവൻ നഷ്ടമാവുന്നു. അതിൽ തന്നെ ഈ സ്വന്തം സ്കൂളിൻ്റെ ബസ് ആണ് ഈ അപകടം ഉണ്ടാക്കുന്നത് എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. എന്താണ് സംഭവിച്ചത്? ഇതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പടക്കം ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം മടവൂരിൽ നിന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി 7 വയസ്സുള്ള കൃഷ്ണേന്ദുവാണ് ദാരുണമായി മരണപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അപകടം നടന്ന സ്ഥലമാണ്. ഇതാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. ഈ വീടിന് മുന്നിലാണ് ഇന്ന് വൈകിട്ട് മറ്റ് സുഹൃത്തുക്കളുമൊക്കെയായി കളിചിരിയോടെ വന്ന് കൃഷ്ണേന്ദു ബസ് ഇറങ്ങിയത്. ഇവിടെ വെച്ച് കൃഷ്ണേന്ദു ബസ് ഇറങ്ങുകയും പിന്നീട് ഈ സമയത്ത് കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയാണ് അപകടം സംഭവിച്ചത്. ഈ സ്ഥലത്ത് നിന്ന് എതിർഭാഗത്തെ വീട്ടിലേക്ക്, ബന്ധുവീട്ടിലേക്ക് കൃഷ്ണേന്ദു പോവുകയായിരുന്നു. ഈ സമയത്താണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ നേരത്തെ ദൃക്സാക്ഷി സൂചിപ്പിച്ചത് ഈ ബസ്സിന് മുന്നിലൂടെ കൃഷ്ണേന്ദു ഓടുകയും ബസ് മുന്നോട്ടെടുത്തപ്പോൾ അപകടം പറ്റിയെന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങൾ ഇവിടെ നിന്ന് വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കേബിൾ ഈ ഭാഗത്തുണ്ട്. അതായത് കൃഷ്ണേന്ദു ബസ് ഇറങ്ങി ഈ തൊട്ട് അപ്പുറത്തെ എതിർദിശയിലുള്ള വീട്ടിലേക്ക് പോകുന്ന വഴി കേബിളിൽ കാല് കുരുങ്ങുകയും ബസ്സിന് മുന്നിലേക്ക് വീഴുകയുമായിരുന്നു. അങ്ങനെ ബസ് കൃഷ്ണേന്ദുവിന്റെ ദേഹത്ത് കൂടി കയറി ഇറങ്ങി എന്നുള്ള ഒരു പ്രതികരണങ്ങളും ചില നാട്ടുകാർ ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു അപകടമായിരുന്നു. അതും സ്വന്തം വീടിന് മുന്നിൽ വെച്ച് ആ കുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ ബസ് തന്നെ ദേഹത്ത് കൂടി കയറി ഇറങ്ങി മരണം സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ സാമ്പത്തികമായൊക്കെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് കൃഷ്ണേന്ദുവിൻ്റെത്. കൃഷ്ണേന്ദുവിന്റെ അച്ഛൻ ഒരു KSRTCയിലെ എംപാനൽ ജീവനക്കാരനാണ്. അമ്മ ഒരു സ്വകാര്യ ഒരു കടയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. +1-ലാണ് കൃഷ്ണേന്ദുവിന്റെ സഹോദരൻ പഠിക്കുന്നത്. വലിയ വേദന ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വേദനയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കേബിള് ആണെന്ന് വണ്ടിയുടെ ബസിന്റെ തൊട്ട് ബാക്കിൽ വന്നിരുന്ന ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോക്കാരനാണ്. പക്ഷെ കേബിളിലെ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് ബസ്സിൽ തട്ടിയാണ് വീണതെന്നാണ് ആ പയ്യൻ പറയുന്നത്. അപ്പൊ ഏതാണ് സംസ്കാര ചടങ്ങുകളൊക്കെ രാവിലെ ഒരു 10 മണിയോടുകൂടി ബോഡി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്, നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കൃഷ്ണേന്ദുവിന്റെ മൃതദേഹമുള്ളത്. രാവിലെയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ഈ മടവൂരിലെ വീട്ടിൽ. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്കൂൾ ബസ് കയറിയാണ് 7 വയസ്സുകാരിക്ക്, ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. MG പ്രതീഷ് ആ സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് ആ കുട്ടിയുടെ സംസ്കാരം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം.